ഹായ് ഗായ്സ്, ഞാൻ സുനിത. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വ്ലോഗ് എന്നിട്ട് ലോങ് വ്ലോഗാണ് ഇത്. എൻ്റെ നാട് അസ്സാമാണ്. ഇപ്പം ഞാൻ കേരള തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് മലയാളിയാണ്. ഞാൻ കല്യാണം കണ്ട ഒരു 4 years പോലെയായി കേരളത്തിൽ ഇരിക്കുന്നത്. എൻ്റെ 2 sons ഉണ്ട്. ഒന്ന് 2 years ആൻഡ് ഒന്ന് 1 year old. ഞാൻ 24 years old. യങ് മോമിയല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ ലോങ് വ്ലോഗിലേക്ക്. എൻ്റെ മലയാളം എത്ര പെർഫെക്റ്റ് ഇല്ല, ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ് പറയാൻ വേണ്ടി. എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാണ്. എൻ്റെ മലയാളം ഞാൻ മനസ്സിലാവും പറയാം, പക്ഷെ പറയാൻ വേണ്ടി കുറച്ച് ഇത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് ഞാൻ പെർഫെക്റ്റ് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയാനേ എൻ്റെ മലയാളം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റ് ചെയ്ത് പറയാനേ. ഞാൻ എന്താ ബ്ലോഗാണ് ഉണ്ടാക്കാനും ചെയ്യാനും കമൻറ്റ് ചെയ്ത് പറയാനേ എല്ലാവരും. ഞാൻ ആദ്യം ഒന്ന് ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ കേരള അസം പറഞ്ഞത്. അത് ഞാൻ ഒരു 3 years പോലെ 2023 ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അത് ചാനലിനകത്ത്. അപ്പോൾ അത് ചാനൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ കാര്യമാണ്. അത് ചാനലിനകത്ത് കുറേ കോപ്പിറൈറ്റ് വന്നിട്ട് ഇരിക്കുക. ഞാൻ കുറേ കോപ്പിറൈറ്റ് റിമൂവ് ചെയ്തു, ബട്ട് പിന്നെ വന്നിട്ട് ഇരിക്കുക. അപ്പോൾ കുറേ കോപ്പിറൈറ്റ് ആയപ്പോൾ മോണിറ്റൈസേഷൻ ആവില്ല. അപ്പോൾ ഇത് കാര്യമാണ്. അപ്പോൾ അവിടെ വാച്ച് ടൈം ആയിരുന്നു മോണിറ്റൈസേഷൻ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ 1K സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അവിടെ കുറേ കോപ്പിറൈറ്റുകളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വിചാരിച്ച് ഇത്ര കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യാക്കി എൻ്റെ പുതിയ തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് 2026 ജനുവരിനകത്ത് ഞാൻ പുതിയ ചാനലായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം, എന്താ വീഡിയോ ഞാൻ വ്ലോഗ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലോഗ് ഉണ്ടാക്കാൻ, വീഡിയോ ഉണ്ടാക്കാൻ ആഗ്രഹം ഭയങ്കരമുണ്ട്. കല്യാണം മുമ്പ് ഞാൻ വീഡിയോ ആക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ കാലം ഇങ്ങനെ ഞാൻ 2020 ഞാൻ വീഡിയോ ആക്കാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ ചാനലിന് സുനിത പേര് പറഞ്ഞപ്പോൾ അതൊക്കെ പോയി, അത് ചാനലൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയായിട്ട് ഒരു സേഫ്റ്റി ആയിട്ട്, മിസ്റ്റേക്ക് ആണ് ലേണിംഗ് അല്ലേ, മിസ്റ്റേക്ക് ആകുമ്പോൾ ലേണിംഗ് ആണ്. അപ്പോൾ കുറേ പഠിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബിനകത്ത് എൻ്റെ കാര്യം. അപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എങ്ങനെ മാനേജ്. ഇത്ര നോളേജ് ഇല്ലായിരുന്നു യൂട്യൂബിൻ്റെ കാര്യം ആദ്യം എനിക്ക്. അപ്പോൾ ഇപ്പോൾ കുറേ മിസ്റ്റേക്ക് ആയിട്ട് നോളേജൊക്കെ ആയി. എന്താ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം ഹിന്ദിനായിട്ട് ബ്ലോഗ് ഉണ്ടാക്കിയായിരുന്നു. കേരള ലവസം ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് ഡിലീറ്റ് ആയില്ല, പക്ഷെ കുറേ കോപ്പിറൈറ്റ് ഇരിക്കൊണ്ട് കുറേ ഞാൻ റിമൂവ് ചെയ്തു. കുറേ കോപ്പിറൈറ്റ് വരുമ്പോൾ മോണിറ്റൈസേഷൻ പ്രോബ്ലം ആവും. ഇതിനകത്ത് ഞാൻ അപ്പോൾ അത് ചാനൽ യൂസ് ചെയ്യുന്നില്ല. അത് ചാനൽ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പുതിയ തുടങ്ങിയില്ല. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് പറയാൻ. ആദ്യം ഞാൻ ഹിന്ദിനകത്ത് ബ്ലോഗ് ചെയ്യായിരുന്നു. എൻ്റെ ലാംഗ്വേജ് ഞാനാണ് ബോഡോഗാൾ. അസാമിനകത്ത് ബോഡോ ഒരു ട്രൈബ് ഉണ്ട്. ഇതിൻ്റെ ഞാൻ ബോഡോഗാൾ ട്രൈബാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ബോഡോയാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ട്രൈബുണ്ട്. ബോഡോ ഉണ്ട്, അസാമീസ് ഉണ്ട്, പിന്നെ കുറേ എൻ്റെ ട്രൈബലുകൾ വേറെ ലാംഗ്വേജ് ഉണ്ട്. അസാമിനകത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയാണ്, പക്ഷെ അവർക്ക് വേറെ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് അവർക്ക് ലാംഗ്വേജ്. എൻ്റെ ലാംഗ്വേജ് ആണ് ബോഡോ. പിന്നെ ഞാൻ പഠിച്ചിട്ടാണ് ആസാമീസ് സ്കൂളിനകത്ത് പഠിച്ചു. ആസാമീസ് അറിയാവോ പറയാൻ വേണ്ടി, നേപ്പാളി അറിയാവോ, പിന്നെ ബീഹാരി, ബംഗാളി, ഇതൊക്കെ ഭാഷ എല്ലാം എനിക്ക് അറിയാവോ. അപ്പോൾ ഞാനിപ്പോൾ മലയാളം പഠിക്കുന്നുണ്ട്. ഒത്തിരി പെർഫെക്റ്റ് അല്ല, പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. പറഞ്ഞിപ്പോൾ പെർഫെക്റ്റ് ആയി പോകുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിനകത്ത് അല്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ച ഹസ്ബൻഡിന് ഞാൻ എന്താ ലാംഗ്വേജിനകത്ത് ഞാൻ ബ്ലോഗ് ഉണ്ടാക്കാൻ. അവൻ പറഞ്ഞു മലയാളിനകത്ത് ഉണ്ടാക്കി. മലയാളി ലാംഗ്വേജിനകത്ത്
ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു എന്ത് മലയാളി ലാംഗ്വേജ് ഒത്തിരി പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിക്കോളും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മലയാളി നാട്ടിൽ തുടങ്ങുന്നുണ്ട്. ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, മലയാളി എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും സ്റ്റേ ട്യൂൺ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എനിക്ക് നീ ഹിന്ദി നാട്ടെ ഇല്ലെങ്കിൽ ആസാമീസ് നാട്ടെ ബോറോ നാട്ടെ. എൻ്റെ റിലേറ്റീവ്സുകൾ ബോറോ നാട്ടെ ബ്ലോഗ് ഉണ്ടാക്കിക്ക്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മലയാളി നാട്ടിൽ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പോൾ കേരള നാട്ടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളി നാട്ടിൽ വീഡിയോ ബ്ലോഗ് ഉണ്ടാക്കാം. എല്ലാവരും പറയും നീ ഹിന്ദി നാട്ടെ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് നാട്ടെ ബ്ലോഗ് ഉണ്ടാക്കിക്ക. ബോഡോ ലാംഗ്വേജാണ്. പിന്നെ എൻ്റെ സ്ഥലം ആസാമാണ്. കൂട്ടുകാർ പറയും കുറേ അസാമീസ് എഴുതിപ്പോണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയും നീ ഹിന്ദി ഇല്ലെങ്കിൽ ആസാമീസ് ബോഡോ നാട്ടെ ബ്ലോഗ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ കേരള നാട്ടിൽ കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കേരള നാട്ടിൽ ഇരിക്കുമ്പോൾ മലയാളി ബ്ലോഗ് തുടങ്ങാമല്ലോ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യാനും പറയാനും എന്താ ഞാൻ ബ്ലോഗ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഇത് പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.